ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 66, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിന ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. വാസോഹരണദിനേയൻ വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോരസാ വിവശ സ്വാന്ത്വാനം കാന്ത സുഭ്രുവാം അദദാഹ. അന്വയം അർത്ഥം. വിഭോ അല്ലയോ ഭഗവൻ, വാസോഹരണദിനെ പണ്ട് ഗോപികമാർ കാളന്തിയിലിറങ്ങി കുളിക്കുമ്പോൾ അവരുടെ വസ്ത്രം അപഹരിച്ച നാളിൽ യാതൊരു വാസോഹരണം വസ്ത്രാപകരണം പ്രതിശ്രുതം വാഗ്ദാനം ചെയ്യപ്പെട്ട് രസവിവശ സ്വാന്താനാം ആനന്ദരസം കൊണ്ട് വിവശമായ ഹൃദയത്തോടു കൂടിയവരും കാന്ത സുഭ്രുവാം ആകർഷകമായ പുരികക്കൊടികളോടു കൂടിയവരുമായ താസാം ഗോപസ്ത്രീകൾക്ക് തദപി അതും അതദാഹ അങ്ങ് ചെയ്തു. ഹരിവു. സാരം: പണ്ട് ഒരിക്കൽ ഗോപസ്ത്രീകൾ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയ്ക്ക് വെച്ച് യമുനാ നദിയിൽ ജലക്രീഡ നടത്തുമ്പോൾ ഭഗവാൻ അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചു. അന്നു ഭഗവാൻ അവരുടെ വസ്ത്രങ്ങൾ അരയിൽ തന്നെ അപഹരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ആ വസ്ത്രാപഹരണം നടത്തി അവരെ ആനന്ദിപ്പിച്ചു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. കന്ദളിത കർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാദോജം നന്ദസുതത്വാം ത്രിജഗൻ സുന്ദരമുപഗുഹ്യ നന്ദിതാബാലാഹ. അന്വയം അർത്ഥം. നന്ദസുത നന്ദപുത്രനായ കൃഷ്ണ, കന്ദളിത കർമ്മലേശം അല്പമായി വിയർപ്പു പൊടിഞ്ഞവനും, കുന്ദമൃദു സ്മേര വക്ത്രപാദോജം കുരുക്കുത്തിമുല്ലയുടെ ശോഭയോടു കൂടിയ മന്ദസ്തം വിരിഞ്ഞ മുഖമാകുന്ന താമരയോടു കൂടിയവനും, ത്രിജഗൽ സുന്ദരം മൂന്ന് ലോകത്തിലും ഏറ്റവും സുന്ദരനുമായ ത്വാം അങ്ങയെ ഉപഗൂഹ്യ ആശ്ലേഷിച്ചിട്ട് ബാലാഹ ബാലികമാർ നന്ദിതാഹ സന്തുഷ്ടകളായി തീർന്നു. ഹരിവു. സാരം: നന്ദഗോപപുത്രനായ ഭഗവാൻ കൃഷ്ണൻ ലേശം വിയർപ്പ് പൊടിച്ച ദേഹത്തോടും മുല്ലപ്പൂവിന് തുല്യമായ മന്ദസ്മിതം കൊണ്ട് ശോഭിക്കുന്ന മുഖ കമലത്തോടും കൂടിയവനാണ്. മൂന്ന് ലോകത്തിലും പരമസുന്ദരനായ ഭഗവാനെ തഴുകിയ ഗോപസ്ത്രീകൾക്ക് ആനന്ദ അതിരേകം ഉണ്ടായി. ഹരിവു.